വേഗം വന്നിട്ടോ, സംഗതി ആ കുഴപ്പ. എന്തുട്ടാന്ന് കാര്യം? സംഗതി ലൈവാണ് ബായ്. നിങ്ങളെ നിങ്ങളുടെ മതം പഠിപ്പിച്ച മണ്ടത്തരങ്ങൾ മറ്റുള്ളവരെ പേരെ അടിച്ചേൽപ്പിക്കരുത്. ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് സ്വർഗത്തിൽ എന്ത് വഴക്കാ ചെയ്യാനാ പറ്റുന്നേ? അത് ശരിയാ. ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവം മരിച്ച് സ്വർഗത്തിൽ ചെന്നിട്ട് എന്ത് മണ്ണാങ്കട്ട ചെയ്യുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് വിശ്വാസ സമൂഹത്തോട് ബഹുമാനപ്പെട്ട സന്തോഷ് സാർ ചോദിച്ചത്. ഇതൊക്കെ എന്ത്? സാക്ഷാൽ സന്തോഷ് സാർ തന്നെ തന്റെ മുൻകാല ഭാഷണത്തിൽ ഞാൻ നിസ്സഹായമായ അവസരത്തിൽ ചർച്ചിന്റെ കവാടങ്ങൾക്കകത്തേക്ക് ചെന്ന് മുട്ടുപ്പായി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. ജീവിതത്തിലേക്ക് മടങ്ങു വരും എന്ന കാര്യത്തിൽ ഒരു ഡോക്ടർക്കും ഉറപ്പില്ല. 5% പ്രതീക്ഷയുടെ സാധ്യതയായി ഡോക്ടർമാർ പോലും പറയുന്നത്. ഞാൻ എന്താണ്, ആരോടാണ് പറയേണ്ടത്? എന്താ ഉറക്കം വരുന്നു. ഞാന് പള്ളിക്കുള്ളിലേക്ക് നടന്നു. ആ പള്ളിയുടെ ഏറ്റവും മുന്നിൽ പോയി മുട്ടുകുത്തി നിന്നു. ഞാൻ ജീവിതത്തിൽ അതുവരെ അതുപോലെ പ്രാർത്ഥിച്ചിട്ടില്ല. എങ്ങനെ ഇരിക്കണം? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അതേ ആണ് തന്നെയാണ് നമ്മോട് പറഞ്ഞത്. ഈ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ദൈവം എന്ന് മണ്ണാങ്കട്ട ചെയ്യണമെന്ന് ചോദിച്ചത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. മനുഷ്യന്റെ കഴിവിന്റെ പരിധികൾ അവസാനിക്കുന്നിടത്ത് ജീവിതകാലം മുഴുവനും ദൈവനിഷേധം നടത്തിയവൻ അവസാനം വിളിക്കാനുള്ള വിളി ദൈവമേ എന്നാണ്. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മനുഷ്യന്റെ കഴിവിനും ഈ സംവിധാനങ്ങൾക്കും മനുഷ്യൻ സംവിധാനിച്ച ഈ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം പരിധിയുണ്ട്. ആ പരിധികൾ അവസാനിക്കുന്നിടത്തുനിന്ന് മനുഷ്യൻ ഒരു നിസ്സഹായമായി നിൽപ്പുണ്ട്. അവിടെ പിന്നെ മനുഷ്യന് വിളിക്കാനുള്ളത് ദൈവമേ എന്നാണ്. അതിന്റെ ഏറ്റവും വലിയ എക്സ്ട്രീം ലെവലാണ്, അതിന്റെ ഏറ്റവും മകുടമായ ഉദാഹരണമാണ് ദൈവത്തെ തന്നെ നിഷേധിച്ച, അല്ലെങ്കിൽ ഈ വിശ്വാസം മണ്ടത്തരമാണ്, മടയത്തരമാണെന്ന് പറഞ്ഞ സാക്ഷാൽ സന്തോഷ് സാർ തന്നെ തന്റെ മുൻകാല ഭാഷണത്തിൽ ഞാൻ നിസ്സഹായമായ അവസരത്തിൽ ചർച്ചിന്റെ കവാടങ്ങൾക്കകത്തേക്ക് ചെന്ന് മുട്ടുപ്പായി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.